ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്നൊരു 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റലേഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ആശാ പവറിൻ്റെ ഒരു HP മോഡൽ 5 kV ഓഫ് ഗ്രിഡ് ഇൻവേർട്ടറും അതുപോലെ തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ഒരു മോഡലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 600 വാട്ട്സിൻ്റെ 4 പാനലുകൾ നിലവിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതിൽ 5000 വാട്ട്സിന് മേലെയൊക്കെ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണ്. 2 ബാറ്ററിയൊക്കെ പാരൽ കൊടുത്ത് കണക്ട് ചെയ്യുന്ന കേസുകളിൽ നമുക്ക് അങ്ങനെ കൂടുതൽ പാനലുകൾ കൊടുക്കാവുന്നതാണ്. നമുക്കറിയാം ഭാവിയിലേക്ക് നമ്മുടെ പുതിയ റെഗുലേഷൻസ് വരുന്നുണ്ട്. KSEB യൂട്ടിലിറ്റി സിസ്റ്റംസിൻ്റെയൊക്കെ റൂളുകളൊക്കെ കുറച്ചുകൂടെ ടൈറ്റായി വരുവാണ്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അത് അത്ര ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റം കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. 5 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം, പ്രത്യേകിച്ച് ആശാ പവർ പോലത്തെ ഒരു പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു നല്ല മോഡൽ പ്രീമിയം ഇൻവെർട്ടറൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലെ ഓൾമോസ്റ്റ് ഉള്ള ഒരു 5 ബെഡ്റൂം വരെയുള്ള വീട്ടിലെ എല്ലാ ലോഡുകളൊക്കെ ഒരു കൺട്രോളായിട്ട് ഒരു 100% ലോഡ് നമുക്ക് ഇതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാനലിൻ്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് ഇൻവെർട്ടർ ഓവർലോഡ് ആവാതെ നമ്മൾ ആ രീതിയിലൊന്ന് മാനേജ് ചെയ്ത് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളും ഒരേ സമയത്ത് വരാത്ത രീതിയിലൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് യൂസ് ചെയ്യണം. അത് മാത്രം. ഇപ്പോൾ KSEB കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഓൾറെഡി ഓൺ ഗ്രിഡ് വെച്ചിട്ട് വീണ്ടും കറണ്ട് ബില്ല് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ, ട്രാൻസ്ഫോമർ ഫീസിബിലിറ്റി കഴിഞ്ഞ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കൊരു 5 kV ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടേഴ്സ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് വേണമെങ്കിൽ ഓഫ് ഗ്രിഡായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിന് കോസ്റ്റ് ഒരുപാട് കയറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്കൊരു 4 പാനൽ വെച്ചിട്ട് ഒരു 5 യൂണിറ്റ് സ്റ്റോറേജുള്ള ലിഥിയം ബാറ്ററി 5 kV ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇന്നൊരു 30 വോൾട്ട് വരെ വരുന്ന ഒരു ഇൻവെർട്ടറാണ്. അതുകൊണ്ട് തന്നെ 4 പാനൽ ഈസി ആയിട്ട് നമുക്ക് സീരീസ് ചെയ്ത് കണക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ആശാ പവറിൻ്റെ ആയിക്കോട്ടെ, UTL ആയിക്കോട്ടെ, പല മോഡലുകൾ, ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടേഴ്സ്, ട്രാൻസ്ഫോമർ ഉള്ള മോഡലുകൾ, അത് ഓരോ സ്ഥലത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ മുൻപ് സിസ്റ്റംസ് ചെയ്തതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം ഒരു 2500 വാട്ട്സ് അടുത്ത് സോളാർ പാനൽ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം 2000 വാട്ട്സ് വരെ വരുന്ന ലോഡ് ഉപകരണങ്ങൾ നമുക്കിതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് 1 HP അല്ലെങ്കിൽ 1.5 HP വരെ വരുന്ന പമ്പുകളൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇൻഡക്ഷൻ കുക്കർ പകൽ വെയിലുള്ളപ്പോൾ ലൈവായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ വീട്ടിലുള്ള ഫ്രിഡ്ജ്, കംപ്ലീറ്റ് ലൈറ്റ്, ഫാനുകൾ, വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് 1 by 1 ആയിട്ടെല്ലാം ഉപയോഗിച്ച് നല്ല രീതിയിൽ ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഇതിൽ കുറച്ചുകൂടെ നമുക്ക് ഔട്ട്പുട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 3 പാനലിൽ 2 സ്ട്രിങ്ങുകളായിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് 6 പാനലുകൾ ചെയ്ത് 3500 വാട്ട്സ് അടുത്ത് നമുക്ക് കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നതാണ്. പിന്നെ കൂടുതൽ ഉപയോഗമുള്ളവർക്ക്, പകൽ സമയത്ത് 2 ബാറ്ററിയൊക്കെ പാരൽ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് 8 പാനൽ കണക്ട് ചെയ്ത് വീട്ടിലെ ഫുൾ ലോഡ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി സമയത്ത് AC ഒക്കെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് തന്നെ ഉപയോഗിച്ച് പോകാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല പ്രീമിയം ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവറിൻ്റെ പ്രീമിയം 5 kV ഇൻവെർട്ടറും ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കുമാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ ചെന്ന് കാണാം. സിസ്റ്റത്തിൻ്റെ പാനൽ സെറ്റപ്പ് ഈ രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 4 പാനലുകൾ സീരീസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ 610 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടെ, 4 പാനലിൻ്റെ ഒരു സിസ്റ്റം കൂടെ ഇവിടെ ഉപയോഗിക്കുകയാണ്. KSEB ലൈനിൽ സപ്ലൈ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ഉപയോഗിക്കാനും മുന്നോട്ട് വരുന്ന KSEB റെഗുലേഷൻസിനെ ഒന്നും പേടിക്കാതെ വീട്ടിലെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കണക്റ്റഡ് ലോഡ് ഒരു പരിധിക്കപ്പുറം കയറി പോകാതെ നമ്മുടെ വീട്ടിലെ കൺസംഷനൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് നിർത്താനായിട്ടും ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ഉപയോഗമുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 10 യൂണിറ്റ് വരെ നമ്മുടെ KSEB മീറ്ററിൽ കയറാതെ നമുക്ക് ഉപയോഗിച്ച് പോകാവുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂം വിസിറ്റ് ചെയ്യുക ചെയ്യാവുന്നതാണ്. 5 kV സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഇൻവെർട്ടർ ബാറ്ററി സെറ്റപ്പ് ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ ആശാ പവറിൻ്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള 6048 എന്ന് പറയുന്ന മോഡലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 51.2 വോൾട്ട് 100 Ah ആണ് ബാറ്ററി പാക്കിൻ്റെ വോൾട്ടേജ് വരുന്നത്. നിലവിൽ ഇവിടെ 610 വാട്ട്സിൻ്റെ 4 പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമുക്ക് വീണ്ടും ഭാവിയിൽ ഒരു സ്ട്രിങ്ങോടെ ഇതേ രീതിയിൽ പാരൽ ചെയ്യാവുന്നതാണ്. 4000 വാട്ട്സിന് മുകളിലൊക്കെ ലൈവ് ലോഡ് കണക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ഒരു മോഡൽ ഇൻവെർട്ടറാണിത്. ഇതിൽ MPPT ഇൻബിൽട്ട് വരുന്ന മോഡലാണ്. ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സോളാർ PCUകളിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ആശാ പവറിൻ്റെ 6048 എന്ന് പറയുന്ന ഈ മോഡൽ. ഇത് 80 ആംപിയറിൻ്റെ MPPT ഇൻബിൽട്ട് വരുന്ന ഒരു PCU മോഡലാണ്. 4 ലൈൻ ഡിസ്പ്ലേ ഇന്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് സോളാർ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ്, ആംപിയർ, ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന ആംപിയർ, ബാറ്ററി വോൾട്ട്, സോളാർ പാനലിൻ്റെ ടോട്ടൽ വരുന്ന വാട്ട്സ്, ഡെയിലി കിട്ടിയ യൂണിറ്റ് എത്ര kWh ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു LED ഇൻഡിക്കേഷനും അതുപോലെ തന്നെ ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഈ സിസ്റ്റത്തിൽ നമുക്ക് 5550 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന 630 വാട്ട്സ് പാനലുകളൊക്കെ 8 പാനലുകൾ വരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും.
ഇത്തരത്തിൽ 2 ബാറ്ററി പാക്കുകളൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ ഇൻവെർട്ടർ AC ഒക്കെ 2 വരെ നമുക്ക് ബാറ്ററി ബാക്കപ്പിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ്. ഇതിന്റെ വോൾട്ടേജ്, ചാർജിങ് ആംപിയർക്ക് ഡിസ്പ്ലേ നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ബാറ്ററിക്കും ഇൻവെർട്ടറിനും ഇടയിൽ ഒരു MCCB ബോക്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു DC MCB വിത്ത് പ്രീമിയം ബോക്സ് 32 ആംപിയറിന്റെ ഉപയോഗിച്ചിട്ടുണ്ട്. 4000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ മാക്സിമം ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഇൻവെർട്ടർ മോഡലാണ്. ഒരു 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഓൾമോസ്റ്റ് എല്ലാ ലോഡുകളും കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. 1 by 1 ആയിട്ട് എല്ലാ ലോഡുകളും ഒരേ സമയത്ത് വരാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഫുൾ ലോഡ് നമുക്കിതിൽ കണക്ട് ചെയ്ത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുന്നോട്ട് മാറി മാറി വരുന്ന KSEB റെഗുലേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. JK സോളാർ പവർ സിസ്റ്റംസിന്റെ ലൈവ് ഷോറൂം സന്ദർശിക്കുക ചെയ്യാവുന്നതാണ്. JK സോളാർ പവർ സിസ്റ്റംസിന്റെ ഒരു സോളാർ എക്സ്ക്ലൂസീവ് ഷോറൂം ചേർപ്പുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയം ജില്ലയിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കമ്പോണൻസ് ആണ് നമ്മളിവിടെ കൂടുതലായിട്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കവിടെ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. സോളാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആക്സസറീസും നമുക്കവിടെ അവൈലബിൾ ആണ്. അത് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ സ്കീമുകൾ, അതുപോലെ തന്നെ എർത്തിങ് കമ്പോണൻസ്, അതുപോലെ തന്നെ സോളാറിൻ്റെ A to Z ആക്സസറീസ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ്, അതുപോലെ തന്നെ ഹാർഡ്വെയർസ്, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.